ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ. അപ്പോൾ 7 മലകളിലൂടെ ഒരു അടിപൊളി ട്രക്കിങ് നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഇപ്പോൾ തന്നെ കോയമ്പത്തൂർ കിട്ടും. ഈശിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടേക്ക് ദൂരം. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളിയങ്കിരി മല, അതായത് ദക്ഷിണ കൈലാസം എന്നാണ് ഇതിന് രണ്ടാമത്തെ പേര്. ഇപ്പോൾ നമ്മൾ അടിവാരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6000-ഓളം അടിയുണ്ട് കേട്ടോ അതിന് ഹൈറ്റ്. 5 കിലോമീറ്റർ മാത്രം ദൂരം നടക്കാനുണ്ട് എന്നുണ്ടെങ്കിലും അത് അത്ര പെട്ടെന്നൊന്നും അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത്രയും ടാസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത്ര പെട്ടെന്ന് ഈ ഒരു മല കയറാൻ പറ്റില്ല. നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഒരു വലത് ഭാഗത്തായിട്ട് കുറച്ച് മുളവടികൾ എടുക്കാനുള്ള ഒരു സംഭവമുണ്ട്. ഏകദേശം ഒരു 30 രൂപയാണ് ഇതിൻ്റെ ചാർജ്. 30 രൂപ കൊടുത്തൊരു വടി വാങ്ങിയിട്ട് വേണം നമ്മളിതിൻ്റെ മേലെ കയറാൻ. എന്തായാലും ഈ ഒരു വടി നിങ്ങൾക്ക് ഉപകാരപ്പെടും, കയറുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതുപോലെ തന്നെ ശബരിമല പോലെ അപ്പോൾ അതിന് 12-നും 45 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പിന്നെ പെൺകുട്ടികൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. നമ്മുടെ മഹാശിവരാത്രിക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ മെയ് മാസത്തായിരിക്കും. മെയ് മാസം അവസാനത്തോടെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മലകാരണങ്ങൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ അന്നദാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അന്നദാനം കഴിച്ചിട്ടാണ് ഇനി ഇവിടെ നിന്ന് കയറാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടാണ് സമയം നമ്മളെത്തുമ്പോൾ. നമ്മുടെ ചെന്നൈ സിൽക്സ്, ശ്രീകുമരൻ ഒക്കെ നമ്മുടെ സ്പോൺസറാണ് കേട്ടോ ഫുഡിൻ്റെ. അതുകൊണ്ട് എപ്പോൾ പോയാലും നമുക്ക് ഫുഡ് ഫ്രീ ആയിരിക്കും. നിങ്ങളവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പുറത്തുനിന്ന് ഫുഡ് ഉറപ്പായിട്ട് വാങ്ങിയിരിക്കണം. കയ്യിൽ ബാഗിൽ എന്തായാലും സേഫായി വെക്കണം. കാരണം അവിടെ മുകളിലെന്ന് പറഞ്ഞാൽ ഒരുപാട് വിലയാണ് കേട്ടോ അതിന്. നമ്മൾ വെള്ളത്തിന് പോലും ഒരു 50 രൂപ 100 രൂപയ്ക്കാണ് ചാർജ് ചെയ്യണം. അപ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ. പ്ലാസ്റ്റിക് ഇതുപോലെയൊന്നും മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വെള്ളം ബോട്ടിൽ മാത്രം കൊണ്ടുപോകാം, പക്ഷേ അതിനും ഒരു 20 രൂപ ചാർജാണ്. എന്നിട്ടേ നമുക്കവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്, മേലെ കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറൊക്കെ എത്തും. നമ്മൾ ഒരു ഫസ്റ്റ് മല നമ്മൾ റീച്ച് ആവാൻ ഏകദേശം 1 മണിക്കൂർ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണം കാണാൻ. ഓക്കെ, എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കയറുന്നത് 1ാമത്തെ മലയാണ്. ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു മലയാണ്. 1ാമത്തെയും പിന്നെ 6ാമത്തെയും 7ാമത്തെയും മല. 1ാമത്തെ അപേക്ഷിച്ച് കുറവാണ്. ഏകദേശം ഒരു 45-60 മിനിറ്റിൽ 2ാമത്തെ മല നമുക്ക് റീച്ച് ആവാം. അധികം 2ാമത്തെ 3ാമത്തെ മല 4ാമത്തെ മലയും അധികം ടാസ്ക്കൊന്നും ഇല്ലാത്ത മലകളാണ്. മേലെന്നുള്ള ഈ ഒരു കാഴ്ചയാണ് കേട്ടോ അത്. 1ാമത്തെ മല കയറി കഴിയുമ്പോൾ തന്നെ ശരിക്കും നമ്മളൊന്ന് എന്താ പറയുക, നമ്മൾ മതിയായി പോകണ്ട. അത്രയും ഉണ്ട് 1ാമത്തെ ഒരു അത്രയും ടാസ്ക്കാണ്. പക്ഷേ ബാക്കിയുള്ള മലകൾ കുഴപ്പമില്ല എന്നല്ല, അതും ടാസ്ക് തന്നെയാണ്. പക്ഷേ അവസാനത്തെ 6ാമത്തെ 7ാമത്തെ മല ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള മലയാണ്. അത് കയറുന്നതല്ല, 7ാമത്തെ മല എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. ഇതാണ് 1ാമത്തെ മലയിലുള്ള വിനായകൻ്റെ അമ്പലം. നമ്മൾ തിരിച്ച് വരുമ്പോൾ വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ കാണിച്ചു തരാം. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഗൂഗിൾ പേയിൽ പൈസ വെച്ചിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒന്നും വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ കയ്യിൽ ക്യാഷായിട്ട് തന്നെ കൊണ്ടുവരണം. ഇവിടെ നെറ്റ്വർക്ക് തീരെ ഉണ്ടാവില്ല. 1ാമത്തെ മല പകുതി കയറുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരുടെയും നെറ്റ്വർക്ക് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് കയറുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കയ്യിൽ പൈസ കരുതിയിട്ട് വേണം കയറാൻ. ഇവിടെ നിന്ന് പക്ഷേ സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ വിലയാണ്. ഒന്നും ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റില്ല, അത്രയും വിലയാണ്. നമ്മൾ തന്നെ വാങ്ങിച്ച കുറച്ച് കടലയുണ്ട് ഗൈസ്, മസാല വെള്ള. ഇതിന് 20 രൂപയ്ക്ക് നമ്മൾ മേടിച്ചാണ്. അതുകൊണ്ടത്തെ അത് മാത്രമേ ചില്ലറ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും ഗൂഗിൾ പേയിലായിരുന്നു പൈസ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ കയറാൻ സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം 8:30-ക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളവിടെ എത്തിയത് രാവിലെ 5 മണിക്കാണ്. നമ്മൾ മല 7ാമത്തെ മല റീച്ചാണ്. നമ്മളെന്താ പറയുക, നമ്മളത്രയും പതുക്കെ കയറിയിട്ടാണ് കേട്ടോ. കുറച്ചുകൂടി മുമ്പിൽ കയറുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ കയറുകയാണെങ്കിൽ എന്തായാലും ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ ഉറപ്പായിട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങൾ, ആസ്മയുടെ അങ്ങനെയൊക്കെയുള്ളവർ ഇവിടെ ദയവ് ചെയ്ത് വരരുത് ഗൈസ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ആസ്മയുടെ അസുഖം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിലായിട്ട് 30-ഓളം പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ വരാതിരിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്നാണ് അവിടെ. അപ്പോൾ നമ്മൾ നേരെ വെളുത്തിട്ട് എല്ലാം സംഭവങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരിക്കൽ കൂടി ദർശനം കാണാനുള്ള ഗ്യാപ്പ്, ഇവിടെ തിരക്കില്ലാത്തത് കൊണ്ടാണ് നമുക്ക് നേരത്തെ എന്താ പറയുക ദർശനം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നത്. അല്ലെങ്കിൽ നമുക്കവിടെ അനുമതിയില്ല, പെട്ടെന്ന് ഇറങ്ങണം. അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ ദർശനം. ഇവിടുത്തെ ഈ പാറൻ്റെ ഇടുക്കിലുള്ള ഈ ഒരു ശിവലിംഗമാണ്. ഇതിനാണ് നമ്മൾ 7 മല കഴിഞ്ഞ് വരുന്നത്. പാർവതി ദേവിയുടെ അപേക്ഷ പ്രകാരം ശിവൻ നൃത്തം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ അവിടെ. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അതാണ്.
ഇത് കണ്ടില്ലേ രാവിലത്തെ തിരക്ക്, ഭയങ്കര തിരക്കാണ് കേട്ടോ രാവിലെ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഭസ്മമാണ് നമുക്ക്. ഇത് നമുക്ക് കയറുന്ന വഴിയാണ് കേട്ടോ, അമ്പലത്തിൽ കയറുന്ന വഴിയാണ്. ഈ മണി അടിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് കയറാൻ. ഇപ്പോൾ തിരക്ക് കുറച്ച് കുറവായിട്ടുണ്ട്, ഇനിയും കയറാൻ തുടങ്ങും. ഇപ്പോൾ ഇനി നമ്മൾ താഴെ ഇറങ്ങും തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു 7 മണിയൊക്കെ സമയം, ഏകദേശം ആ സമയമൊക്കെ ആയി. അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. മേലെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. മഞ്ഞ് മൂടിയ എന്താ പറയുക, അതാണ്ടാ ഇങ്ങനെ മലനിരകളൊന്നും കാണാൻ പറ്റില്ല, അമ്മൊരു വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 7ാമത്തെ മല നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഇത്രയും ടാസ്ക്കായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ വടിയുടെ യൂസ് ഇവിടെയാണ് ഏറ്റവും ആവശ്യം. നമ്മൾ വടി ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് വീഴും താഴെ. വീണിട്ടാണ് കുറേ പേര് ഇറങ്ങുന്നത്. അപ്പോൾ ഈ വടി നിർബന്ധമായിട്ടും പോകുന്നവർ ഉറപ്പായിട്ട് നിർബന്ധമായിട്ട് വാങ്ങിയിട്ട് മാത്രം പോവുക. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് കുറേ കാണിക്കാൻ പറ്റിയില്ല, അത് തിരിച്ച് വരുമ്പോൾ കാണിക്കുകയാണ്. ഈ ഒരു വെള്ളത്തിൽ നമ്മൾ കുളിച്ചിട്ട് വേണം, ഇത് 6ാമത്തെ മലയുടെ താഴെയുള്ള വെള്ളമാണ്. ഇവിടെ നിന്ന് കുളിച്ചിട്ട് വേണം നമ്മൾ 7ാമത്തെ മല കയറാനായിട്ട്. അപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും വെള്ളം, കുളിക്കാനൊന്നും പറ്റില്ല, അത്രയും തണുപ്പുണ്ടാവും. എന്നാലും നമ്മൾ ഇറങ്ങി കുളിച്ചിട്ട് വേണം കയറാൻ. എന്തോ ഭസ്മത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഗൈസ് അവിടെ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ. എന്തോ ഒരു കല്ലറ അങ്ങനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.